കുറവ്, ഡാൻഡ്രഫ്, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാ മെൻസും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഹെയർ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പ്രൊഡക്ട്സ് യൂസ് ചെയ്യും, പക്ഷെ അതൊക്കെ ഒരു ടെമ്പററി റിസൾട്ടാണ് തരുന്നത്, ഒരു പെർമനന്റ് റിസൾട്ട് തരില്ല. അതുകൊണ്ട് പെർമനന്റ് ആയിട്ട് ഹെയർ ഫാൾ ഇല്ലാതെ മറ്റ് ഹെയർ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്തിരിക്കേണ്ട മെൻസ് ഹെയർ കെയർ റൂട്ടീനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഹെയർ കെയറിനെ കുറിച്ചിട്ട് ഒരു കംപ്ലീറ്റ് അറിവ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ലൈക്ക് ബട്ടൺ അമർത്തി ഇതുപോലത്തെ മോർ മെൻസ് ഗ്ലോ അപ്പ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഹെയർ കെയറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഹെയർ ടൈപ്പാണ്. ഓരോ ടൈപ്പ് ഹെയറിനും പല രീതിയിലുള്ള ഹെയർ കെയറുകളുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഹെയർ കെയർ എല്ലാ ഹെയർ ടൈപ്പിനും ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമതായിട്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ. നമ്മളുടെ ബോഡി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് അതുപോലെ ബോഡി വാഷസ് ഒക്കെ യൂസ് ചെയ്യും. അതുപോലെ ഹെയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. ഷാംപൂ ആൻഡ് കണ്ടീഷണർ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം ആഴ്ചയിൽ 1-2 തവണ മാത്രം യൂസ് ചെയ്താൽ മതിയാകും. സോ ഇത് രണ്ടും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഷാംപൂ ആണ്. ഷാംപൂ കുറച്ചെടുത്ത് മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 5 to 6 മിനിറ്റ്സ് യൂസ് ചെയ്യുക. ഇതുവഴി നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒട്ടുമിക്ക അഴുക്കുകൾ പോകുന്നതാണ്. അതിനുശേഷം മുടി നന്നായിട്ട് കഴുകിയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക. കുറച്ച് കണ്ടീഷണർ എടുത്ത് കയ്യിൽ അപ്ലൈ ചെയ്ത ശേഷം എല്ലാ മുടിയിലുമായിട്ട് എത്തിക്കുക. ശ്രദ്ധിക്കുക, മുടിയിലാണ്, സ്കാൽപ്പിലല്ല. എന്തിനാണ് കണ്ടീഷണർ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഷാംപൂ യൂസ് ചെയ്തതിനു ശേഷം നമ്മുടെ മുടിയിലെ നാച്ചുറൽ ഓയിൽ മൊത്തം റിമൂവ് ആകും. ഇതുവഴി മുടി കൂടുതൽ ഡ്രൈ ആവുകയും ഇതുവഴി മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. സോ ഇതുവഴി ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കും. സോ ഇതാണ് എല്ലാ മെൻസും ഹെയർ കെയറിന് ആദ്യം ചെയ്യേണ്ടത്. മാർക്കറ്റിൽ ഒരുപാട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ വാങ്ങാൻ കിട്ടും, പക്ഷേ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല ഷാംപൂ ആൻഡ് കണ്ടീഷണർ മേടിച്ച് യൂസ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ വെറും 2 തവണ മാത്രം യൂസ് ചെയ്താൽ മതിയാകും. ഇതുവഴി ഡാൻഡ്രഫ് ആൻഡ് സ്കാൽപ്പ് ഇറിറ്റേഷൻസ്, ഹെയർ ഫാൾ ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് രണ്ടാമതായിട്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഹെയർ ഓയിൽ ആൻഡ് സിറംസ്. ഹെയർ ഓയിൽസ് ഇപ്പോഴും ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന രീതി വളരെ തെറ്റായിട്ടാണ്. ഹെയർ ഓയിൽ ചിലർ എല്ലാ ദിവസവും യൂസ് ചെയ്യും, ചിലർ ആഴ്ചയിൽ 1-2 തവണ മാത്രം യൂസ് ചെയ്യും, ചിലർ യൂസ് ചെയ്യത്തതേ ഇല്ല. ചെടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഹെയർ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യണം. ഹെയർ ഓയിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതിന് പകരം ഓരോ ദിവസം ഇടവിട്ട് യൂസ് ചെയ്താൽ മതിയാകും. ഹെയർ ഓയിൽ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഷവറിങ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ഹെയർ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയർ ഓയിൽ മൊത്തമായി അപ്ലൈ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ഷവറിങ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് കുളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് യൂസ് ചെയ്യാൻ പറഞ്ഞതെന്നാൽ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വിയർക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഓയിൽ നമ്മുടെ മുഖത്ത് ഒലിച്ചിറങ്ങി മുഖത്ത് മൊത്തം പിമ്പിൾസ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. സോ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുളിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് ഹെയർ ഓയിൽ യൂസ് ആക്കേണ്ടത്. ഇനി സിറംസ് നോക്കുകയാണെങ്കിൽ പലതരം സിറംസ് മാർക്കറ്റിൽ കിട്ടും. നിങ്ങൾക്ക് നല്ലതുപോലെ ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ റോസ്മേരി ആൻഡ് റിഡൻസിൻ ഓയിലൊക്കെ വരുന്ന നല്ലൊരു സിറംസ് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഹെയർ സംബന്ധമായിട്ട് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കില്ല എങ്കിൽ സിറം യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. സിറംസ് എപ്പോൾ വേണമെങ്കിലും യൂസ് ആക്കാം. ബെസ്റ്റ് ടൈം എന്നുള്ളത് കുളിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ യൂസ് ആക്കാവുന്നതാണ്. സോ ഹെയർ ഓയിൽ ആൻഡ് ഹെയർ സിറംസ് ഒക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ആൻഡ് മൂന്നാമതായിട്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് സ്കാൽപ്പ് മസാജിങ് ആണ്. ഡെയിലി ഒരു 10 മിനിറ്റോളം സ്കാൽപ്പ് മസാജിങ് ചെയ്യുന്നത് വഴി ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഓയിൽസ് ആൻഡ് സിറംസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. കൈകൊണ്ടോ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും സ്കാൽപ്പ് മസാജിങ് ചെയ്യുക. ആൻഡ് നാലാമതായിട്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്, അതാണ് വാഷിംഗ്. നമ്മളെല്ലാവരും ഡെയിലി കുളിക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ മുടിയും നനയ്ക്കാറുണ്ട്. എങ്കിൽ എല്ലാ ദിവസവും മുടി നനയ്ക്കേണ്ട ആവശ്യമില്ല, പകരം ആഴ്ചയിൽ 3 to 4 ദിവസം മാത്രം നനച്ചാൽ മതിയാകും. എന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെങ്കിൽ ഡെയിലി തല കഴുകുന്നത് വഴി നമ്മുടെ ഹെയറിലുള്ള നാച്ചുറൽ ഓയിൽ മൊത്തം പോകും. ഈ പോകുന്ന നാച്ചുറൽ ഓയിൽ നമ്മുടെ മുടിക്ക് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ്. സോ അതുകൊണ്ട് എല്ലാ ദിവസവും മുടി കഴുകരുത്, പ്രത്യേകിച്ച് ഹെയർ ഫാളൊക്കെ ഉള്ളവർ. ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മാത്രം കഴുകിയാൽ മതിയാകും. ഇനി അതല്ല നിങ്ങൾക്ക് ഹെയർ ഫാൾ ഒന്നുമില്ല, അതുപോലെ തന്നെ ഡെയിലി നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുടി കഴുകാവുന്നതാണ്. സോ ഗായ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് മെൻസ് ഹെയർ കെയർ റൂട്ടീന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്, മറ്റൊന്നുമല്ല നമ്മുടെ ഹെയർ ബ്രഷ് വാഷ് ചെയ്യാത്തത്. 3 ദിവസം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹെയർ ബ്രഷ് സോപ്പ് ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യണം. ആൻഡ് ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ഡയറ്റ് ആൻഡ് ഹൈഡ്രേഷൻ. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സേഫ് ആൻഡ് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് മേടിച്ച് യൂസ് ചെയ്യുക. അതിപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും ശരി. സോ ഗായ്സ്, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ഹെയർ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം ടെൻഷൻ അടിക്കുന്നവർ കൂടുതൽ ഹെയർ ഫാൾ കൂടുകയുള്ളൂ. ഹെയർ ഫാൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അതുപോലെ മറ്റുള്ളവർ അവരുടെ ഹെയറിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നും മേടിച്ച് നമ്മളുടെ തലയിൽ യൂസ് ചെയ്തിരിക്കുക. ഞാൻ ഈ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, അതുപോലെ തന്നെ ഫോളോ ചെയ്തിരിക്കണം. സോ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ മോർ മെൻസ്